ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാൾക്ക് ശേഷമാണ് ഇതേ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബേബി ജെൻഡർ പ്രഡിക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പ്രഗ്നൻസിയിൽ ഒരു ലാസ്റ്റ് ട്രൈംസ്റ്ററൊക്കെ ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ബേബി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബിലും ഒക്കെ കയറി സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് എൻ്റെ 2 പ്രഗ്നൻസിയും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ 2 പ്രഗ്നൻസിയിലും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസൻ്റ. നമുക്കറിയാം 2 ടൈപ്പ് പ്ലാസൻ്റയാണുള്ളത്, ആൻറ്റീരിയറും പോസ്റ്റീരിയറും. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ആൻറ്റീരിയർ പ്ലാസൻ്റ ആണെന്നുണ്ടെങ്കിൽ ബേബി ഗേൾ ആയിരിക്കും, പോസ്റ്റീരിയർ പ്ലാസൻ്റ ആണെങ്കിൽ ബേബി ബോയ് ആയിരിക്കും എന്നാണ് സാധാരണ പറയാറ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മോനായിരുന്ന സമയത്ത് എനിക്ക് ആൻറ്റീരിയർ പ്ലാസൻ്റ ആയിരുന്നു, പക്ഷേ എനിക്ക് ബോയ് ആണ് ഉണ്ടായത്. മോളെ ആയിരുന്ന സമയത്ത് പോസ്റ്റീരിയർ ആയിരുന്നു പ്ലാസൻ്റ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ആ ഒരു പ്ലാസൻ്റയുടെ കാര്യം റോങ് ആയിട്ടുള്ളായിരുന്നു. രണ്ടാമത്തെ നമുക്ക് വയറ് വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് മേളിൽ നിന്നുള്ള വയറാണെന്നുണ്ടെങ്കിൽ ബേബി ഗേൾ ആയിരിക്കും, ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന വയറാണെന്നുണ്ടെങ്കിൽ ബേബി ബോയ് ആയിരിക്കും. എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റ് ആയിരുന്നു. അതായത് എൻ്റെ മോനെ ആയിരുന്ന സമയത്ത് എനിക്ക് കുറച്ചിങ്ങനെ താഴേക്കുള്ള വയറും അതേപോലെ തന്നെ ഇച്ചിരി ഒരു കൂർത്ത ടൈപ്പ് വയറുമായിരുന്നു. ഞാൻ എൻ്റെ ആ 2 ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതായത് 9th മന്തിലുള്ള ഫോട്ടോസാണ്. ആ ഒരു ഫോട്ടോ കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അതേസമയം മോളെ ആയിരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഒരു പരന്ന് ഉരുണ്ടിട്ടുള്ള ഒരു വയറും അതേപോലെ കുറച്ച് വലിയ വയറുമായിരുന്നു, അതുപോലെ മേളിൽ നിന്നുള്ള വയറുമായിരുന്നു. കുറച്ച് നന്നായിട്ട് വയറ് നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് 2 പ്രഗ്നൻസിയിലും എനിക്ക് തോന്നിയ കാര്യം. തേർഡ് വൺ എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അതായത് നമ്മൾ സ്കാൻ റിപ്പോർട്ട് കാണുമ്പോഴത്തേനും അതിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ ജെൻഡർ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. 140 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി ബോയ് ആയിരിക്കും, 140 മേളിലോട്ടുള്ളതാണെങ്കിൽ ബേബി ഗേൾ ആയിരിക്കും എന്നാണ് ഈ ഒരു പ്രഡിക്ഷനിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. 138 ആയിരുന്നു മോൻ്റെ ഹാർട്ട് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പം 140 താഴെയായിരുന്നു ബേബി ബോയ്. ഇത് മോളുടെ സ്കാൻ റിപ്പോർട്ടാണ്. 150 ആണ് ഇത് വന്നേക്കുന്ന FHR എന്ന് പറയുന്നത്. അതായത് മോളുടെ എല്ലാ സ്കാൻ റിപ്പോർട്ടിലും ഫസ്റ്റ് സ്കാൻ റിപ്പോർട്ടിൽ 166 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 150, 155 ആ ഒരു റേഞ്ചിൽ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഡോപ്ലർ സ്കാനാണ് 9th മന്തിൽ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്കാൻ റിപ്പോർട്ടിൽ 148 ആണ് വന്നിട്ടുള്ളത്. അതായത് 140 എബവ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പം ബേബി ഗേൾ ആണെന്നുള്ളത്. പിന്നെ അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ പ്രഗ്നൻസി ഗ്ലോ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അതും എൻ്റെ കാര്യത്തിൽ കറക്റ്റാണ്. കാരണം മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് കുറച്ച് ഇരുണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ നല്ലതായിട്ട് പിമ്പിൾസ്, ഭയങ്കരമായിട്ട് പിമ്പിൾസ്, ഇങ്ങനെ എപ്പോഴും ഫേസിൽ എപ്പോഴും പിമ്പിൾസൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നല്ലതായിട്ട് പിഗ്മെൻറ്റേഷൻ, ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിതിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം. മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഗ്ലോ ആണ് വന്നിട്ടുള്ളത്. അതായത് എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയുമായിരുന്നു മുഖത്തൊരു വെട്ടമൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിലും ഒരുപാട് പിമ്പിൾസ് ഒന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കഴുത്തിലൊന്നും അധികം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജെൻഡർ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെങ്കൊച്ചാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, പല്ല് തേക്കാനൊന്നും പറ്റത്തില്ല, ബ്രഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഭയങ്കര വോമിറ്റിങ്, അങ്ങനത്തെയുള്ള ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 പ്രഗ്നൻസിയിലും വോമിറ്റിങ് വന്നിട്ടില്ല. പക്ഷേ മോനെ ആയിരുന്നപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല. 7th മന്തൊക്കെ ആയപ്പോഴാണ് ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആവാൻ തുടങ്ങിയത്. പക്ഷേ മോളെ ആയിരുന്നപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ വോമിറ്റിംഗ് ഇല്ലെങ്കിലും ബ്രഷ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഓക്കാനും പിന്നെ നമുക്ക് വെള്ളം കുടിക്കുമ്പോഴത്തേനും ഓക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാരണവന്മാർ പറയുന്നതിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ആർക്കെങ്കിലും ഇങ്ങനെ ജെൻഡർ പ്രഡിക്ഷനിൽ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ. ഏത് കുഞ്ഞാണേലും നല്ല ആയുസ്സും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ജെൻഡർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ബെസ്റ്റ് വിഷസ് നേരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.